എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബിയറിന് ഒരു ആമുഖം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കയ്യിലൊരു ബിയർ ബോട്ടിലും പിടിച്ചുകൊണ്ട് ഞാനിന്ന് പറയാൻ പോകുന്ന കഥ ഒരു ദേവതയുടെ കഥ കൂടിയാണ്. ഇന്നത്തെ മുഖ്യധാരാ ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് തുടങ്ങുന്നതിന് മുമ്പ് മനുഷ്യൻ ആരാധിച്ചിരുന്ന ബിയറിൻ്റെ ദേവത നിൻകാസി, ദി ഗോഡസ് ഓഫ് ബിയർ. ആ കഥ അറിയണമെങ്കിൽ ഈ ബിയറിൻ്റെ ചരിത്രവും അറിയണം. ബിയറിൻ്റെ കഥ തുടങ്ങുന്നത് ഏതാണ്ട് 7000 വർഷങ്ങൾക്ക് മുൻപ് മെസോപ്പൊട്ടാമിയയിൽ നിന്നാണ്. അതായത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന ഭൂപ്രദേശം. മനുഷ്യൻ സിവിലൈസ്ഡായി ജീവിക്കാൻ തുടങ്ങിയതും ഇതേ മെസോപ്പൊട്ടാമിയയിൽ നിന്നാണ്. ആദ്യകാല നാഗരികതയായ സുമേരിയൻ നാഗരികതയും ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ടൈഗ്രിസ് നദിക്കും യൂഫ്രട്ടീസ് നദിക്കും ഇടയിലുണ്ടായിരുന്ന ആ ഭൂപ്രദേശത്തെ മനുഷ്യർ ബാർലെ, ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യുകയും അത് സംഭരിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ധാന്യങ്ങൾ സംഭരിച്ചു വെച്ചിരുന്ന ചെറു സംഭരണികളിലൊന്നിൽ ഈർപ്പം തട്ടിയത് മുതലാണ് ഒരു ഐതിഹാസിക കണ്ടെത്തലിന് തുടക്കമായത്. അങ്ങനെ നനഞ്ഞു കിടന്ന ധാന്യങ്ങൾ വായു സമ്പർക്കത്തിലൂടെ ഫെർമെൻറ്റേഷൻ അഥവാ കിണ്വനത്തിന് വിധേയമാവുകയും നുരഞ്ഞു പൊന്തുകയും ചെയ്തു. അത് രുചിച്ചു നോക്കിയ ആളുകൾക്ക് ഒരു പ്രത്യേക ഉന്മേഷം അനുഭവപ്പെട്ടു. അവരതിനെ കാസി എന്ന് വിളിച്ചു. ഒരു ലഹരി എന്നതിനപ്പുറം ഉന്മേഷം നൽകുന്ന ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കൂടിയായിരുന്നു അവർക്കത്. പിന്നീട് അങ്ങോട്ട് അവിടുത്തെ എല്ലാ വീടുകളിലെ തീന്മേശകളിലും ആഘോഷങ്ങളിലും ആചാരങ്ങളിലുമെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി ബിയർ അല്ലെങ്കിൽ ഈ കാസി. പിരമിഡിൻ്റെ നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് കൂലിക്ക് പകരമായി ബിയർ നൽകിയിരുന്നതായും കരുതപ്പെടുന്നു. ബിയർ അല്ലെങ്കിൽ ഈ കാസിയെ സമ്മാനിച്ചു എന്ന് അവർ വിശ്വസിച്ചിരുന്ന ഒരു ദേവത കൂടി അവർക്കുണ്ടായിരുന്നു, നിൻകാസി. അവൾക്കായി അവർ ആരാധന നടത്തുകയും സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്തു. ഒരു സ്തുതിഗീതത്തിനപ്പുറം ബിയറിൻ്റെ നിർമ്മാണ രീതികൾ വിവരിക്കുന്ന ഒരു വാമൊഴി പാട്ട് കൂടിയായിരുന്നു അത്, ദി ഹിം ടു നിൻകാസി. ആ പാട്ടിൻ്റെ താളവും ബിയറിൻ്റെ രുചിയും പതിയെ മറ്റു നാടുകളിലേക്കും സന്യാസിമാരുടെ മൊണാസ്ട്രികളിലേക്കും വ്യാപിച്ചു. ബിയറിന് ചെറിയ കയ്പ് നൽകാനും കൂടുതൽ കാലം കേടാവാതെ സൂക്ഷിക്കാനുമായി ഹോപ്സ് എന്ന പുഷ്പം കൂടി ചേർക്കാൻ തുടങ്ങിയതോടെ അന്നത്തെ ആ കാസി നമ്മൾ ഇന്ന് കാണുന്ന ബിയറായി മാറി. ഇന്ന് ലോകമെമ്പാടും ഏകദേശം 45 ബില്യൺ ലിറ്റർ ബിയറാണ് പ്രതിവർഷം മനുഷ്യൻ കുടിച്ചു വറ്റിക്കുന്നത്. ഈ വീഡിയോ ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള എന്തിനും ഒരു ചരിത്രമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്.